നാം വിശ്വാസയാത്രയിൽ മുന്നേറിടാം നാം. ദൈവവചനത്തിൽ വിശ്വസിച്ചിടാം നാം വിശ്വാസയാത്രയിൽ മുന്നേറിടാം നാം. ദൈവവചനം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വേദഭാഗം സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 19-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. താഴോട്ട ഭാഗം അതിൻ്റെ ഭാഗമാണ്. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഈ സന്ദേശത്തിന് ഞാൻ ടൈറ്റിലായിട്ട് പറയുന്നത് തന്നെ അതാണ്, തികവുള്ള ന്യായപ്രമാണം എന്നുള്ളതാണ്. തികവുള്ള, പെർഫെക്റ്റ് ലോ, പെർഫെക്റ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അതാണ്. യഹോവയുടെ ന്യായപ്രമാണം പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, ലാക്ക് നത്തിങ്, ഒന്നിനും കുറവില്ലാത്തത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കതാണ്. അതിനകത്തില്ലാത്തതൊന്നുമില്ല, അത് തികവുള്ളതാണ്. ഇറ്റ് ലാക്സ് നത്തിങ്, അതിലില്ലാത്തതൊന്നും ഇല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ന്യായപ്രമാണം ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തികവുള്ള ഒരു ന്യായപ്രമാണം, പെർഫെക്റ്റ് ലോ, ലാക്സ് നത്തിങ്, ഒരു കുറവുമില്ലാത്തതായ ദൈവ വചനം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ചാണ്. ഒരു കുറവുമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. താഴോട്ടുള്ള വാക്യങ്ങളിൽ പല പേരുകൾ, ഈ ന്യായപ്രമാണത്തിന് തന്നെ കൊടുത്തിട്ടുള്ള പല പേരുകളുണ്ട്. ആ പേരുകളെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു പോകാം. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചില പ്രവൃത്തി ചെയ്യുന്നതാണ്, ചില പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പം ആദ്യത്തെ കാര്യം തന്നെ, അത് നമുക്ക് പിന്നീട് വരാം. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്. ദൈവവചനം പാസീവ് അല്ല, ദൈവവചനം വളരെ ആക്റ്റീവാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, റിലീജിയസ് ബുക്സ് ഒത്തിരി ഉണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് ഇങ്ങനെ രസിക്കുകയോ ഒത്തിരി പ്രാവശ്യം വായിക്കുന്നത് കൊണ്ട് ഏതാണ്ട് ഗുണമുണ്ട് എന്നൊക്കെയുള്ള ആ നിലയിൽ അതിൻ്റെ വായനയിലാണ് നമ്മൾ. പക്ഷെ അത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു? ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം വേദോസം നമ്മൾ വായിക്കണം, പക്ഷേ വെറും വായന കൊണ്ട് അത് അവസാനിക്കുന്നില്ല. അത് ചില പ്രവൃത്തി നമ്മളിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹോവയുടെ ന്യായപ്രമാണം ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന അവിടെ 6 വാക്യങ്ങൾ, അടുത്തുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, അത് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് സമയമനുസരിച്ച് അതിനെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത് പറയുന്നത് ന്യായപ്രമാണം എന്നുള്ള വാക്കാണ്. യഹോവയുടെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണം. അടുത്ത രണ്ടാമത്തെ കാര്യമായിട്ട് അവിടെ പറയുന്നത് യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്. നമുക്ക് പിന്നീട് അത് പഠിക്കാം. മൂന്നാമത് പറയുന്നത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളത്. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാക്കുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. അവിടെ ആജ്ഞ, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ കമാൻഡ്മെന്റ്സ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്. അത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന, കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് വചനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ്.
വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു. അതായത് ഭക്തിയുള്ള ആ ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല. അതായത് പല മതങ്ങളിലും ഭക്തി അവരുടെ ആരാധനാലയങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, അത് നിലനിൽക്കുന്നതാണ്. അത് തുടർമാനമായി നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ യഹോവയുടെ വിധികൾ സത്യമായവ, ജഡ്ജ്മെന്റ്സ് ഓഫ് ദ ലോർഡ്. അപ്പോൾ ലോ ഓഫ് ദ ലോർഡ്, ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്, ഫിയർ ഓഫ് ദ ലോർഡ്, ജഡ്ജ്മെന്റ് ഓഫ് ദ ലോർഡ്. ഇത് ഓരോന്നും നമ്മളൊന്ന് ചെറുകെ ഒന്ന് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും അതിൻ്റെ രീതിയിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ്. അത് തികവുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈറ്റിൽ തന്നെ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത്? തികവുള്ള ന്യായപ്രമാണം. ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ അതാ അതിൻ്റെ അർത്ഥം, തികവുള്ളതായ ന്യായപ്രമാണം. പെർഫെക്റ്റ് ആണ്, ലാക്സ് നത്തിങ്, കംപ്ലീറ്റ്. യഹോവയുടെ ന്യായപ്രമാണം കംപ്ലീറ്റ് ആണ്, അത് തികവുള്ളതാണ്, പെർഫെക്റ്റ് ആണ്, നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്നതാണ്. പെർഫെക്റ്റ് വചനം തികവുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് തികവുള്ളതായത് എന്ന് ചോദിച്ചാൽ, ഈ വചനം തികവുള്ളവനായ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ് ഇത് തികവുള്ളത്. മതഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയ മതഗ്രന്ഥങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അത് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം അത് മാനുഷികമാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം, ദ ലോ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ലാക്സ് നത്തിങ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, പെർഫെക്റ്റ് ആണ്. തൗമീം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വചനം തികവുള്ളവനായ ദൈവത്തിൻ്റെതാണ്. തികവുള്ളവനായ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് ഈ വചനവും തികവുള്ളതായിത്തീരുന്നത്. ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ വചനവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് ശരിക്കും അത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയും. 2 തീമോഥെയോസിന്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് എല്ലാ തിരുവെഴുത്തും, എവറി സ്ക്രിപ്ചർ, അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് സ്ക്രിപ്ചർ, എല്ലാ തിരുവെഴുത്തും. കാരണം ദൈവത്തിൻ്റെ വചനം എഴുത്തുകളായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം സംസാരിച്ചിട്ടുണ്ട്. മോശയോട് ദൈവം സംസാരിച്ചു, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് അത് തിരുവെഴുത്തുകളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ തിരുവെഴുത്തുകളായി ലഭിക്കുന്നത് ആ ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് അത് തികവുള്ളതാകുന്നത്. ഈ തിരുവെഴുത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന വാക്യം, ആ വാക്യം ഇങ്ങനെയാണ് 16-ാം വാക്യത്തിൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. തിരുവെഴുത്തുകളെ കുറിച്ച് പറയുകയാണ്. അത് എല്ലാം ദൈവശ്വാസീയമാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്. ദൈവത്തിൻ്റെ ശ്വാസം അതിലുണ്ട്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ശ്വാസം അവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുതിയത് മനുഷ്യനാണ്. നമ്മുടെ ലാംഗ്വേജിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ നമ്മളിത് കിട്ടി എന്ന് പറയുമ്പോഴും ബേസിക്കലി ഇത് എഴുതിയ വ്യക്തികളെ നിയന്ത്രിച്ചത് ദൈവമാണ്. മത്തായി എഴുതിയ പോലെ അല്ല മർക്കോസ് എഴുതിയിരിക്കുന്നത്, മർക്കോസ് എഴുതിയത് പോലെ അല്ല യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഒക്കെ ശരിയാണ്, അവരുടെ വാക്കുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ വാക്കുകൾ ഒന്നായിട്ട്, അതായത് സാധാരണ പറയും ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ടൈപ്പ് റൈറ്റർ തിയോളജി എന്ന് സാധാരണ പറയാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ പറയുന്ന കാര്യമാണ് ടൈപ്പ് റൈറ്റർ തിയോളജി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ വന്ന് പതിക്കുന്നത് തന്നെ ആയിരിക്കും. ഇത് അടിക്കുന്ന എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്തുള്ള അതേ ലെറ്റർ തന്നെയാണ് കടലാസിൽ വന്ന് വീഴുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടൈപ്പ് റൈറ്റർ തിയോളജി അല്ല നമ്മുടെ ബിബ്ലിക്കൽ റൈറ്റിങ്ങിനുള്ളത്. അത് എഴുതിയ ആളുകളെ ദൈവം ഇൻസ്പയർ ചെയ്തു. എഴുതിയവരുടെ വാക്കുകൾ അവർ പഠിച്ച വാക്കുകളാണ്. അതുകൊണ്ട് പൗലോസിന്റെ ലേഖനം പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ പത്രോസിന്റെ ലേഖനം. പക്ഷേ രണ്ടുപേരെയും ഇൻസ്പയർ ചെയ്തത് ഒരേ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. മനുഷ്യനാണ് എഴുതിയത്, ഭാഷ മനുഷ്യൻ്റെതാണ്, പക്ഷേ
ദൈവമാണ് അതിന് ശ്വാസം നൽകിയത്. ഇൻസ്പയർഡ് ബൈ ഗാഡ്. നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എവ്രി വേർഡ് ഈസ് ഓർ എവ്രി റൈറ്റിംഗ്സ് ഇറ്റ് ഈസ് ഗാഡ് ബ്രീത്ത്ഡ്. ദൈവശ്വാസീയമാകയാൽ, അങ്ങനെ ദൈവശ്വാസീയമായി ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു ബുക്ക് അങ്ങ് എഴുതിയേക്കാമെന്നുള്ള നിലയിലല്ല, അതൊരു ലക്ഷ്യത്തോടെയാണ്. ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ എവ്രിതിങ്. ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് ഓരോ വ്യക്തിയിലും ദൈവവചനം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവവചനം നമുക്ക് ലഭിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. അത് മനുഷ്യന്റെ വചനമല്ല, ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ, ലോകത്തിലുള്ള എല്ലാവരെയും തികഞ്ഞവരാക്കാൻ ദൈവത്തിന്റെ വചനത്തിന് പറ്റത്തില്ല. ദൈവത്തിന്റെ മക്കളെ മാത്രമേ തികഞ്ഞവരാക്കുവാൻ, അതായത് ഈ വചനം ക്രിയ ചെയ്യുന്നത് ആരിലാണ് എന്ന് ചോദിച്ചാൽ ദൈവമക്കളിലാണ്, ദൈവത്തിന്റെ മനുഷ്യരിലാണ്. അല്ലാത്തവരിൽ ഇത് ആ രീതിയിൽ ക്രിയ ചെയ്യുന്നില്ല. ഇതിനകത്തുനിന്ന് ഹിസ്റ്ററി, കാര്യം ദൈവവചനത്തിൽ ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇത് വായിക്കാം. പക്ഷേ ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി ഇത് വായിച്ചാൽ അവൻ തികഞ്ഞവനാവുകയില്ല. അവന്റെ ജീവിതത്തെ അത് സ്വാധീനിക്കുകയില്ല. ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിന്റെ, അതായത് ഇത് ദൈവശ്വാസീയമായ വചനമാണ്. നമ്മൾ ആ ദൈവത്താൽ ഇൻസ്പയർഡ് ആകുമ്പോഴാണ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ഇൻസ്പയർഡ് ഹ്യൂമനിലാണ് വർക്ക് ചെയ്യുന്നത്. ദൈവശ്വാസീയരായ മനുഷ്യരിലാണ് ദൈവശ്വാസീയമായ വചനം രൂപാന്തരം വരുത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവവചനം നമുക്ക് നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ദൈവത്തിന്റെ മനുഷ്യൻ, ആ റിലേഷൻ നമുക്കുണ്ടാകണം. വി നീഡ് ടു ബിക്കം പീപ്പിൾ ഓഫ് ഗാഡ്, ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മകനാകണം, ദൈവത്തിന്റെ മനുഷ്യനാകണം. അപ്പോഴാണ് ദൈവശ്വാസീയമായ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. നമ്മളിൽ ക്രിയ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവർ ആകേണ്ടതിന്. അത് ആ ദൈവവചനമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്കുണ്ടാകണം. അത് നമ്മൾ കേൾക്കണം, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമ്മൾ തികഞ്ഞവരാകുന്നത്. അല്ലാതെ ഈ വചനം കൊണ്ട് നടന്നത് കൊണ്ട് മാത്രം, ഇത് കയ്യിലിടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ വചനം നമ്മിലേക്ക് പ്രവേശിക്കണം, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അതിന് ഏതൊക്കെ രീതിയിലാണ്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണിത്. ഈ വചനത്തിൽ ഉപദേശമുണ്ട്. there is teaching in the Bible. അത് മറ്റൊരാൾ പഠിപ്പിക്കുകയാകാം. നമ്മൾ വായിച്ചാൽ, നമ്മൾ ശരിയായ നിലയിൽ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിച്ചാൽ ആ വചനം തന്നെ അവനെ ഉപദേശിക്കും. there is teaching, there is reproof. ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും, അതിനകത്ത് ടീച്ചിങ് ഉണ്ട്, റിപ്രൂഫ് ശാസനമുണ്ട്, അതുപോലെ കറക്ഷൻ ഉണ്ട്. ഈ വചനം വായിക്കുമ്പോൾ അതിൽ കറക്ഷൻ ഉണ്ട്. സോ there is teaching, there is reproof, there is correction. എന്നെ മാറ്റിമറിക്കുന്നതാണ് വചനം, എന്നെ കറക്റ്റ് ചെയ്യുന്നതാണ്, ഗുണീകരിക്കുന്നതാണ് വചനം. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ്, നീതിയിലെ അഭ്യസനത്തിന്. അതായത് ഈ വചനം വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അതെന്നെ നീതിയുടെ അഭ്യസനത്തിന്, ഒരു നീതിയുള്ള ജീവിതം ജീവിക്കാൻ അതെന്നെ സഹായിക്കും. അങ്ങനെയാണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ആ നീതിയുടെ അഭ്യസനം, അത് പല രീതിയിൽ പറഞ്ഞല്ലോ. ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളത്. ഇത് വായിച്ച് പഠിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും. എന്നെ ആ പെർഫെക്ഷനിലേക്ക്, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. അതാണ് ദൈവവചനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള യഹോവയുടെ വചനം തികവുള്ളത് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ തികവുള്ള വചനം നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നതാണ് എന്നാണ് നമ്മൾ കണ്ടത്. ഒരു വാക്യം കൂടെ ഇതുമായിട്ട് ചേർന്ന് പുതിയ നിയമത്തിൽ തന്നെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി
ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഗാഡ്സ് വേർഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. ലിവിങ് ആണ്, ജീവനുള്ളതാണ്. ഒരു ബുക്ക് ജീവനുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ഈ കടലാസ് അല്ല ജീവനുള്ളത്, ഇതിലെ വചനം, ദൈവനിശ്വാസീയമായ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ജീവൻ കൊടുക്കുന്നതാണ്. ജീവൻ ഉള്ളതാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ഇറ്റ് ഗിവ്സ് അസ് ലൈഫ്. നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, ചൈതന്യമുള്ളതാണ്, ആക്റ്റീവാണ്. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. വചനത്തിൽ വിശ്വസിച്ചിടാം നാം, വിശ്വാസയാത്രയിൽ മുന്നേറിടാം നാം. ദൈവവചനത്തിൽ വിശ്വസിച്ചിടാം നാം, വിശ്വാസയാത്രയിൽ മുന്നേറിടാം നാം. ദൈവവചനം നിത്യവചനം, ദൈവവചനം നിത്യവചനം. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. യഹോവ തൻ വചനം നേരുള്ളത്. ഭയപ്പെടേണ്ടായെന്നരുളിയ വചനം, കൂടെയുണ്ടെന്നും തൻ തിരുവചനം. ഭയപ്പെടേണ്ടായെന്നരുളിയ വചനം, കൂടെയുണ്ടെന്നും തൻ തിരുവചനം. വചനത്തിൽ എന്നും ആശ്രയിച്ചിടുകിൽ, സകലത്തിലും നിന്നെ ശക്തനാക്കുമേ. വചനത്തിൽ നിന്നും ആശ്രയിച്ചിടുകിൽ, സകലത്തിലും നിന്നെ ശക്തനാക്കുമേ. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. യഹോവ തൻ വചനം നേരുള്ളത്. ജീവിത ദുഃഖ വേളയിൽ വചനം കൂടെയിരുന്നെന്നും ആശ്വാസമേകുമേ. ജീവിത ദുഃഖ വേളയിൽ വചനം കൂടെയിരുന്നെന്നും ആശ്വാസമേകുമേ. കണ്ണുനീരെന്നും തുടച്ചിടും വചനം, വെളിച്ചമായി നിൻ കൂടെ എന്നുമുള്ളതാ. കണ്ണുനീരെന്നും തുടച്ചിടും വചനം, വെളിച്ചമായി നിൻ കൂടെ ഇന്നുമുള്ളതാ. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. യഹോവ തൻ വചനം നേരുള്ളത്, തേനിനേക്കാളും അധികമായി മാധുര്യമുള്ളത്. വചനത്തിൽ വിശ്വസിച്ചിടാം നാം, വിശ്വാസയാത്രയിൽ മുന്നേറിടാം നാം.